നമസ്കാരം. പെൻഡ ഡെയിലി മാർക്കറ്റ് സമ്മറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും മാർക്കറ്റ് ഇന്നത്തെ പെർഫോമൻസ് നിരാശപ്പെടുത്തി. ഏതാണ്ട് 0.72% 24,565 നിഫ്റ്റി ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 80,599 0.82% 585 പോയിന്റാണ് സെൻസെക്സിനെ സംബന്ധിച്ച് നഷ്ടമായത്. താരിഫിൽ തട്ടിത്തകർന്ന് വീണ്ടും വിപണി ഇൻവെസ്റ്റേഴ്സിനെ നിരാശപ്പെടുത്തുകയാണ്. മിഡ് ക്യാപ്പ് 1.3%, സ്മോൾ ക്യാപ്പ് 1.6% മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഏതാണ്ട് 1% നിഫ്റ്റിക്ക് ഈ ഒരാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയിൽ പോസിറ്റീവ് ന്യൂസുകൾ വരുന്നുണ്ട്. GST കളക്ഷൻ വർദ്ധിച്ചിട്ടുണ്ട്. 7.5%, 1.6 ലാക്ക് കോടി രൂപയാണ് ഇപ്പോൾ കൂടിയിരിക്കുന്നത്. അതൊരു പോസിറ്റീവ് ന്യൂസാണ്. പക്ഷേ താരിഫിൻ്റെ ഈ നെഗറ്റീവ് ന്യൂസിനിടയിൽ അത് ആരും മാർക്കറ്റ് പരിഗണിക്കുന്ന പോലുമില്ല. താരിഫ് പല രാജ്യങ്ങളിൽ ഏതാണ്ട് 69 രാജ്യങ്ങളുടെ താരിഫിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അത് 10% മുതൽ 41% വരെയാണ് താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പട്ടികയിൽ ഇല്ലാത്ത രാജ്യങ്ങൾക്കെല്ലാം 10% വെച്ച് താരിഫാണ്. തായ്വാൻ, ഇന്ത്യ, വിയറ്റ്നാം എന്നിവയ്ക്കൊക്കെ 20-25% താരിഫ്. കാനഡ, ചൈനയൊക്കെ 30-35% താരിഫാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് 19% താരിഫാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഇറാനിൽ നിന്ന് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് ആയുധങ്ങളും എണ്ണയും ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പിഴച്ചുങ്കം ഏർപ്പെടുത്തിയിട്ടില്ല. അത് ഇതൊക്കെ നിലവിൽ വരുന്നത് ആഗസ്റ്റ് 7 തൊട്ടാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. അമേരിക്കൻ മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം വന്ന മൈക്രോസോഫ്റ്റിൻ്റെയും മെറ്റയുടെയും ആപ്പിളിൻ്റെയൊക്കെ റിസൾട്ട് വളരെ പോസിറ്റീവായിരുന്നു. പക്ഷേ മാർക്കറ്റ് മൈനസിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത്. US ഇൻഫ്ലേഷൻ വരുന്നതും കൂടുതലായിട്ടാണ് ഡേറ്റകൾ പലതും സൂചിപ്പിക്കുന്നത്. ടെക്സ്റ്റൈൽ അതുപോലെ ഫാർമ സെക്ടറിലൊക്കെ ഈ താരിഫിനെ തുടർന്നുണ്ടായ ആ ഒരു സെല്ലിംഗ് പ്രഷർ വീണ്ടും നീണ്ടു നിൽക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇന്ത്യയിലെ കൺസ്യൂമർ ഗുഡ്സ് മാത്രമാണ് ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനായത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിലും ഈ താരിഫ് റിലേറ്റഡ് ഇഷ്യൂ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനെ സ്വാധീനിക്കാനാണ് സാധ്യത. 24,565 ലെവലിലാണ്. 24,500 ലെവല് ഒരു സപ്പോർട്ടാണ്. അതിൻ്റെ താഴെ 24,200 ലെവലുകളിലേക്കാണ്. ഒരുപക്ഷെ വരുന്ന ഒക്ടോബറിൽ നവംബറിലൊക്കെയാണ് താരിഫിനിപ്പോൾ ഒരു സാധ്യത പറയുന്നത്. ഒരു സമന്വയത്തിലെത്തിയിട്ട് ഒരു പുതിയൊരു താരിഫിൻ്റെ സംബന്ധിച്ചിടത്തോളം ഒരു ഒത്തുതീർപ്പിന് സാധ്യത ആ സമയത്തേക്കാണ് പറയുന്നത്. ഇന്ത്യ ഒരു രീതിയിലും വഴങ്ങുന്നില്ല എന്നുള്ള തരത്തിലാണ് മന്ത്രിയുടെ പീയൂഷ് ഗോയൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ത്യയിലെ രാജ്യ താല്പര്യത്തിനനുസരിച്ച് മാത്രമേ നമ്മളൊരു തീരുമാനം എടുക്കുള്ളൂ, അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളുണ്ട്. പാകിസ്ഥാനുമായിട്ട് ഓയിൽ വ്യാപാരവും അതുപോലെ ക്രിപ്റ്റോ കറൻസി വ്യാപാരത്തിലൊക്കെ കൂടുതലായിട്ട് പല എഗ്രിമെൻറ്റുകളും അത്തരത്തിൽ ഒരു ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യ ആകട്ടെ കൂടുതൽ രാജ്യങ്ങളുമായി വ്യാപാരത്തിലുള്ള കരാർ, അതായത് UK മറ്റ് യൂറോപ്യൻ യൂണിയനും ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടുള്ള പുതിയ കരാറുകളിൽ, അതുപോലെ ഗൾഫ് രാജ്യങ്ങളുമായിട്ടൊക്കെ പുതിയ കരാറുകൾക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ താരിഫ് റിലേറ്റഡ്